ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടുപോലത്തെ ആ ഒരു വീഡിയോയിലുള്ള ഷെയ്ക്ക് എഫക്റ്റും ആ ഒരു ഡാർക്ക് സീസി നമ്മുടെ വീഡിയോസിന് എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഷെയ്ക്ക് എഫക്റ്റ് ഫസ്റ്റ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പിൽ വരിക, എന്നിട്ട് ഒപ്പാസിറ്റി വരിക, ജസ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഒരു ലാസ്റ്റ് പോർഷനിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻഡിൽ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇതേപോലെ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ നിങ്ങളെ എല്ലാ ക്ലിപ്സിലോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ ആ ഒരു കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഈസ് ഔട്ട് 3 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് ഉണ്ട്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലിപ്പിലും ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാൻ അവിടെ എല്ലാതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്വിങ് ബോത്ത് എന്ന് പറഞ്ഞിട്ടൊരു അനിമേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും അടുത്ത എല്ലാ ക്ലിപ്സിനും നിങ്ങൾ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റിൽ വരിക, വീഡിയോ എഫക്റ്റിൽ വരിക. വീഡിയോ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഒബ്ലിക്യൂ ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലർ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ബ്ലറും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് നിങ്ങളും ജസ്റ്റ് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തിട്ട് നിങ്ങൾ ബ്ലറിൻ്റെ വാല്യൂം അതേപോലെ തന്നെ റൊട്ടേറ്റിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേപോലത്തെ വാല്യൂസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബ്ലർ വാല്യൂ അതേപോലെ തന്നെ റൊട്ടേഷൻ വാല്യൂം 0 ആക്കി കൊടുക്കുക. ദെൻ ഒന്നും കൂടെ കോപ്പി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എത്രത്തോളം ക്ലിപ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഷേക്ക് എഫക്റ്റ് എടുത്തിട്ട് അതിന് നമ്മൾ സെയിം ഈ ഒരു കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വാല്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ സ്പീഡും ആണ് മാറ്റി കൊടുക്കേണ്ടത്. ദെൻ അതും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഒബ്ലിക്യൂബിളർ കോപ്പി പേസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ താഴെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഷെയ്ക്ക് വന്നിട്ട് എല്ലാ വീഡിയോക്കും ഷെയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷെയ്ക്ക് എഫക്റ്റ് എടുത്തിട്ട് അതിൻ്റെ സ്പീഡും ഇൻറ്റൻസിറ്റിയും ജസ്റ്റ് സ്പീഡ് 9 അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി നിങ്ങളുടെ ആ ഒരു വീഡിയോക്ക് അനുസരിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ആ ഒരു സംഭവം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സി സി ആണ്. അപ്പോൾ ഈ ഡാർക്ക് സി സി എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റിൽ വന്നിട്ട് കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കാണാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഷാർപ്പൻ എഡ്ജസ് എന്നാണ് ഈ ഒരു എഫക്റ്റിൻ്റെ പേര്. അത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ അതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്രിവ്യൂ കാണിച്ച പോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രെൻഡിങ്ങിൽ വന്നിട്ട് ഈ ഒരു വിഗ്നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിൽ അവിടെ ഒരു വിഗ്നെറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്ജസ്റ്റിൽ വരിക. അഡ്ജസ്റ്റിൽ വന്നിട്ട് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് കൊടുക്കുക, അതായത് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാച്ചുറേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഷാർപ്പൻ പറഞ്ഞിട്ടുള്ള ടൂളും അതേപോലെ ബ്രൈറ്റ്നെസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ വീഡിയോക്ക് അത്യാവശ്യം നല്ലൊരു കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്തുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും ലൈറ്റിംഗ് കണ്ടീഷനും കാര്യങ്ങളൊന്നും സെയിം ആയിരിക്കില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ബ്ലാക്ക് ഫ്ലാഷ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ്. ഈ ഒരു എഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാല്യൂസ്, ഈ ബ്ലാക്ക് ഫ്ലാഷ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഫക്റ്റുകളുടെ വാല്യൂസൊക്കെ ഞാൻ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ബാക്കി അഡ്ജസ്റ്റിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് സ്യൂട്ടാവുന്ന രീതിയിലൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ, ഈ ലാസ്റ്റത്തെ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് അത്രയും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. കാരണം അത് റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് ഫുള്ളായിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പാസിറ്റിൻ്റെ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസും ഇതേപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. റിസൾട്ടും കൂടെ കണ്ടു നോക്കുക.